എൻ്റെ അഞ്ചാമത്തെ ഈ ഒരു കാവ്യ വേദിയിലേക്ക് എന്നെ കൂടി ക്ഷണിച്ചതിൽ ഇതിൻ്റെ സംഘാടകരോടുള്ള എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹവും നന്ദി ഞാൻ അറിയിക്കുകയാണ്. ഞാൻ ജനിച്ചു വളർന്നത് വിഴിഞ്ഞം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ്. വിഴിഞ്ഞത്തിൻ്റെ ഒരു സവിശേഷത എന്താണെന്ന് വെച്ചാൽ, ഞാൻ ജനിച്ചു വളർന്ന ഒരു തീരപ്രദേശമാണ്. ആ ഒരു തീരപ്രദേശത്തിൽ ക്രൈസ്തവ കുടുംബ പശ്ചാത്തലത്തിലാണ് ഞാൻ എൻ്റെ കുട്ടിക്കാലം മൊത്തവും ചിലവഴിച്ചത്. പക്ഷേ ക്രൈസ്തവ പശ്ചാത്തലം എന്ന് പറയുമ്പോഴും കടലിൽ ഇങ്ങനെ ഒരു പള്ളിയുടെ നിഴൽ ഇങ്ങനെ വീണ് കിടക്കുന്നത് കുട്ടിക്കാലം തൊട്ടേ ഞാൻ കാണുമായിരുന്നു. അത് മുഹീദ്ദീൻ പള്ളിയുടെ നിഴലാണ്. ആ മുഹീദ്ദീൻ പള്ളിയുടെ നിഴലും അവിടുത്തെ ആ ഒരു ചന്ദനക്കുടവും ഒക്കെ എന്നെ കുട്ടിക്കാലം തൊട്ടേ വല്ലാതെ ഇങ്ങനെ എൻ്റെ ശ്രദ്ധ ഇങ്ങനെ പിടിച്ചു പറ്റിയിട്ടുണ്ട്. അതൊരു പക്ഷെ എൻ്റെ മനസ്സിനകത്ത് തരുന്ന വലിയൊരു ചിന്ത എന്താന്ന് വെച്ചാൽ, കുട്ടിക്കാലം മുതലേ മതാതീതമായ ഒരു ദിവ്യ അനുഭൂതിയിൽ വളർന്നു വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കി തന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. രണ്ടാമത്, ഈ അടുത്ത കാലത്ത് ഞാൻ കുറെ പുസ്തകങ്ങളുടെ പ്രൂഫ് ഇങ്ങനെ നോക്കുകയായിരുന്നു. ഈ പ്രൂഫ് നോക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു തൊഴിൽ കൂടിയാണ്. അപ്പൊ അങ്ങനെ പ്രൂഫ് നോക്കിക്കൊണ്ടിരുന്നപ്പോ രണ്ട് പുസ്തകം ആ പ്രൂഫിനോടൊപ്പം എൻ്റെ വായനയെ കൂടി വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു പുസ്തകത്തിന്റെ പേര് മെഹബൂബ് എന്ന് പറയുന്ന സെയ്ദ് മുഹമ്മദ് തമീമിന്റെ ഒരു പുസ്തകമാണ്. അതിനകത്തുള്ള കുറെ അധികം കവിതകൾ പ്രവാചകന്റെ അനുഭൂതിയിൽ കൂടി എന്നെ ഇങ്ങനെ കടത്തിക്കൊണ്ടുപോകുന്ന കവിതകളായിരുന്നു. രണ്ടാമത്തെ പുസ്തകം എന്ന് പറയുന്നത് ആരിഫ അബ്ദുൽ ഗഫീറിന്റെ നൂറുൻ അലാ നൂർ എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. ആ പുസ്തകം എന്ന് പറയുന്നത് പ്രവാചകന്റെ ജനനം മുതൽ പ്രവാചകന്റെ മരണം വരെയുള്ള സന്ദർഭത്തെ അതിനകത്ത് വളരെ കുറെ കൂടി കാവ്യാത്മകമായി ഒരു ചരിത്രബദ്ധതയോടുകൂടി അവതരിപ്പിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരുപക്ഷെ എങ്ങനെയാണ് പ്രവാചകൻ മലയാള സാഹിത്യത്തിൽ, പ്രത്യേകിച്ച് കവിതയിൽ, അത് വായിക്കുന്ന മനുഷ്യരുടെ ഇടയിൽ ഇങ്ങനെയാണ് ഒരു അനുഭവമായി ഇങ്ങനെ ഇറങ്ങി വരുന്നത് എന്ന് ഓർക്കുമ്പോൾ എല്ലാത്തിനും ഒരൊറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. പ്രവാചകൻ അത്രമാത്രം നിറഞ്ഞു നിൽക്കുന്ന ഒരു ചൈതന്യവും അത്രമാത്രം നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യത്തിന്റെ കടലുമാണ്. പക്ഷെ മലയാള സാഹിത്യത്തെ സംബന്ധിച്ച് ഒരു പ്രശ്നം കൂടിയുണ്ട്. നമ്മുടെ മുഖ്യധാര സംസ്കാരത്തെ നാം സാഹിത്യത്തിൽ സ്വാംശീകരിച്ചെടുക്കുമ്പോൾ നാം ബോധപൂർവം മാറ്റിവെച്ച പല വിഷയങ്ങളിൽ ഒന്നുകൂടിയാണ് പ്രവാചകൻ എന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപക്ഷെ 5 കൊല്ലമായിട്ട് ഇവിടെ മീം കവിയരങ്ങ് നടക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ വന്നപ്പോൾ ഇതിന്റെ സംഘാടകരോട് ചോദിച്ചു, ഇവിടെ വരുന്ന കവികൾ പ്രവാചകന്റെ കവിതയാണ് അവതരിപ്പിക്കുന്നത്, പ്രവാചകനെ പറ്റി എഴുതിയിട്ടുള്ള കവിതയാണ് അവതരിപ്പിക്കുന്നത്. കൽപ്പറ്റ നാരായണൻ മാഷ് ഈ വേദിയിൽ നിന്ന് കവിത അവതരിപ്പിക്കുന്നതിന്റെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ട്. കേരളത്തിലെ ഒട്ടുമിക്ക ആസ്വാദകരും കണ്ടിട്ടുണ്ട്. പലരും ഈ വേദിയിൽ നിന്ന് പ്രവാചകനെ പറ്റി കവിത എഴുതി അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോ പല വായനക്കാരും കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ട് ഈ കവിതകളുടെ ഒരു കളക്ഷൻ എങ്ങനെ പുറത്തിറക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൂടാ എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ഈ സാഹിത്യത്തിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, അതിപ്പോ പറയുന്നത് ഇത്ര കണ്ട് സാങ്കത്യം ഉണ്ട് എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ ബദറുൽ മുനീർ അല്ലെങ്കിൽ നമ്മുടെ ഈ പഴയ മാപ്പിളപ്പാട്ടെന്നൊക്കെ നമ്മൾ പറയുന്ന മതിനിറവായ മതിക്ക് എങ്കും മതിമതിയായ മദീനത്തിൽ മതിവന യേശി മതിപ്പിത്തെ മതിതകലായ എന്നൊക്കെ പറഞ്ഞു മാപ്പിളപ്പാട്ടുണ്ട്. ആ മാപ്പിളപ്പാട്ട് എഴുതിയ കാലത്താണ് എഴുത്തച്ഛൻ കവിത എഴുതുന്നത്. പക്ഷെ എഴുത്തച്ഛനെ നമ്മൾ മലയാള ഭാഷയുടെ പിതാവായിട്ട് പ്രതിഷ്ഠിക്കും. മോയിൻകുട്ടി വൈദ്യരുടെ ചരിത്രം മുഖ്യധാരാ സാഹിത്യത്തിന്റെ ചരിത്രമായി നമ്മൾ എഴുതില്ല. അത് മലയാള സാഹിത്യം ആദ്യകാലം മുതൽ അഭിമുഖീകരിച്ചു പോകുന്ന പ്രശ്നമാണ്. അപ്പൊ നമ്മള് പിന്നീട് വന്നിട്ടുള്ള ഗാനശാഖയിൽ പുലിക്കോട്ടിൽ ഹൈദറുടെ പാട്ടുകൾ വരുന്നു. അപ്പൊ നമ്മൾ ആ പാട്ടുകളെ എടുത്തു വെച്ചിട്ട് നമ്മൾ ആ പാട്ടുകൾക്ക് പെട്ടെന്നൊരു ശാഖാ നിർമ്മിതി അതിനെ മുഖ്യധാരയോട് കണ്ണി ചേർക്കാതിരിക്കുന്നതിന് ഇത് മലയാള സാഹിത്യം പല കാലങ്ങളിൽ അവലംബിച്ചു പോന്നിട്ടുള്ള ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ പിന്നീട് കുറച്ചൊക്കെ അഡ്രസ് ചെയ്യാനായിട്ട് പലരും ശ്രമിച്ചിട്ടുണ്ട്. UA ഖാദറിനെ പോലെയുള്ള കഥാകൃത്തുക്കളുടെ കഥകൾ വായിക്കുന്ന സന്ദർഭത്തിൽ മെഹബൂബ് എക്സ്പ്രസ് പോലെയുള്ള അൻവർ അലിയുടെ കവിതകൾ, മുസ്തഫ എന്ന് പറയുന്ന അൻവർ അലിയുടെ കവിതകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ വീരാൻകുട്ടി മാഷിന്റെ കവിതകൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ റഫീഖ് അഹമ്മദിന്റെ ചില കവിതകൾ വായിക്കുമ്പോൾ അതൊക്കെ അഡ്രസ് ചെയ്തിട്ടുണ്ട് 90-കൾക്ക് ശേഷമാണ്. അതുകൊണ്ട് നമ്മൾ വളരെ പ്രധാനപ്പെട്ട നിലയിൽ ഒരുപക്ഷെ ഇസ്ലാം
ഫിലോസഫിക്കൽ വേൾഡിനെ നമുക്ക് പലപ്പോഴും ഈ മലയാള സാഹിത്യത്തിനകത്ത് അഡ്രസ്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്, അത് ഡോക്യുമെന്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് കൂടി ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നടക്കുന്ന ഈ ഒരു പ്രവാചക കവിയരങ്ങിന്റെ കവിതകൾ അതത് കൊല്ലം നിങ്ങളൊരു പുസ്തകമായി പുറത്തിറക്കുകയാണെങ്കിൽ അതിനെ മുൻനിർത്തി വായനകൾ ഉണ്ടാകും, ആസ്വാദനങ്ങൾ ഉണ്ടാകും, കുറേയേറെ ഗവേഷണങ്ങൾ ഉണ്ടാകും. ഒരുപക്ഷെ ആ മാർഗത്തിലേക്ക് ചരിക്കുന്ന കുറേ മനുഷ്യരും ഈ ഭൂമി മലയാളത്തിൽ ഉണ്ടാകും എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് ആ നിലയ്ക്ക് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് രണ്ട് കവിത അവതരിപ്പിക്കാം. അതിലൊരു കവിത എന്ന് പറയുന്നത് അവധൂതൻ എന്ന് പറയുന്ന കവിത. അവധൂതനായി ഒരാൾ വന്നു, വറുത്തരി ഉപ്പാ മഖാം സമീപമിരുന്ന്, നമ്മുടെ നാഥൻ ഇല്ലല്ലാ അവന്റെ ദൂതൻ മുത്തുനബി എന്ന് പാടി. അവധൂതനായി ഒരാൾ വന്നു, വറുത്തരി ഉപ്പാമഹം സമീപമിരുന്നു, നമ്മുടെ നാഥൻ ഇല്ലല്ലാ അവന്റെ ദൂതൻ മുത്തുനബി എന്ന് പാടി. കൂട്ടം കൂട്ടമായി ആളുകൾ പുറത്തേക്ക് വന്നു, ആകാശത്ത് കാരുണ്യത്തിന്റെ കടലിരമ്പി. കൂട്ടം കൂട്ടമായ ആളുകൾ പുറത്തേക്ക് വന്നു, ആകാശത്ത് കാരുണ്യത്തിന്റെ കടലിരമ്പി. അവധൂതൻ വചിച്ചു, പ്രവാചകൻ പറവയായാൽ അവന്റെ ചിറകുകൾക്കടിയിൽ നിങ്ങൾക്കിടം. പ്രവാചകൻ മരുഭൂമിയിലെ മരമായാൽ അവനൊരുക്കും തണൽ. പ്രവാചകൻ പരിശുദ്ധ ജലമായാൽ ദാഹിക്കുന്നവർക്ക് ശമനി. അവധൂതൻ വചിച്ചു, പ്രവാചകൻ പറവയായാൽ അവന്റെ ചിറകുകൾക്കടിയിൽ നിങ്ങൾക്കിടം. പ്രവാചകൻ മരുഭൂമിയിലെ മരമായാൽ അവനൊരുക്കും തണൽ. പ്രവാചകൻ പരിശുദ്ധ ജലമായാൽ ദാഹിക്കുന്നവർക്ക് ശമനി. കേട്ടിരുന്നവരുടെ ചെവികളിൽ തക്ബീർ മുഴങ്ങി. ബദർ, ഉഹുദ്, ഖന്ദഖ്, ഹുനൈൻ യുദ്ധങ്ങൾ അവർ കണ്ടു. കേട്ടിരുന്നവരുടെ ചെവികളിൽ തക്ബീർ മുഴങ്ങി. ബദർ, ഉഹുദ്, ഖന്ദഖ്, ഹുനൈൻ യുദ്ധങ്ങൾ അവർ കണ്ടു. ദരിദ്രരുടെയും അശരണരുടെയും വിജയ പതാക. ദരിദ്രരുടെയും അശരണരുടെയും വിജയ പതാക. രാത്രിയിൽ നിലാവിതളായി പൊലിഞ്ഞുകൊണ്ടിരുന്നു മുഹമ്മദ് നബിയുടെ തിരുവചനം. രാത്രിയിൽ നിലാവിതളായി പൊലിഞ്ഞുകൊണ്ടിരുന്നു മുഹമ്മദ് നബിയുടെ തിരുവചനം. അതായത് ഈ കവിതയ്ക്കൊരു അനുഭവമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, കുട്ടിക്കാലത്ത് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ക്രൈസ്തവരും ഇസ്ലാം മതക്കാരും ഒക്കെ ഒരുമിച്ചാണ് താമസിക്കുന്നത്. പക്ഷെ രണ്ട് ദിക്കുകളിലായി താമസിക്കുന്നതേ ഉള്ളൂ. എന്റെ കുട്ടിക്കാലത്ത് ഒരു മനുഷ്യൻ ഇങ്ങനെ ഞങ്ങളുടെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി വന്നു. നിങ്ങൾ ധരിച്ചിരിക്കുന്ന പോലെ വേഷമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ. അദ്ദേഹം വന്നിട്ട് അങ്ങനെ അല്ലാഹുവിന്റെ സ്തുതികൾ ഇങ്ങനെ പാടിയിട്ട്, സാധാരണ മത്സ്യത്തൊഴിലാളികളായ ഞങ്ങൾക്ക് അപ്പോഴാണ് ഈ യുദ്ധത്തിന്റെ കഥയൊക്കെ പറഞ്ഞിരുന്നത്. പ്രവാചകൻ മദീന എന്ന് പറയുന്ന ഒരു രാജ്യം അതിന്റെ സുരക്ഷ ഒരുക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള യുദ്ധത്തിന്റെ കഥ ഒക്കെ ഞങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരികയാണ്. പറഞ്ഞു തന്ന് ഞങ്ങളിങ്ങനെ പ്രവാചകനിലേക്ക് ഇങ്ങനെ അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹം ഒരിക്കലും നിങ്ങൾ ഈ മതത്തിൽ ചേരണമെന്ന് പറഞ്ഞില്ല. ഇങ്ങനെ പ്രവാചകന്റെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മൾ അദ്ദേഹത്തിന് ഭക്ഷണം കൊടുത്തു. നമ്മൾ കുറെ നേരം കുറെ അധികം ആളുകൾ ആ പ്രദേശത്തുള്ളവരൊക്കെ അദ്ദേഹത്തെ കേട്ടിരുന്നു. ഒരുപക്ഷെ എനിക്ക് ആ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിലൂടെയാണ് സത്യത്തിൽ വായിക്കും മുമ്പേ പ്രവാചകൻ എന്ന് പറയുന്ന ഒരു ശബ്ദത്തെ, പ്രവാചകൻ എന്ന് പറയുന്ന കാരുണ്യത്തിന്റെ അനന്തമായ ഒരു കടലിനെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ആ ഒരു അവധൂതനെയാണ് ഞാൻ ഈ കവിതയ്ക്കകത്ത് സ്മരിച്ചിട്ടുള്ളത്. രണ്ടാമത്തെ ഒരു കവിത എന്ന് പറയുന്നത് എന്റെ നാടുമായി ഇണങ്ങി നിൽക്കുന്ന ഒരു കവിതയാണ്. കവിതയുടെ പേര് കോതമ്പ് റോഡ് എന്നാണ്. കോതമ്പ് റോഡ് എന്ന് പറയുന്നത് കെ ഗോദവർമ്മ എന്ന് പറയുന്ന ഒരു രാജാവിന്റെ നാമധേയത്തിലുള്ള റോഡാണ്. ആ റോഡിന്റെ സൈഡിൽ താമസിക്കുന്നത് ഇസ്ലാം മതക്കാരാണ്, ഇപ്പുറത്ത് ഞങ്ങൾ ക്രൈസ്തവരാണ്. വിഴിഞ്ഞത്തിന്റെ ഒരു ഭൂതകാലമൊക്കെ നിങ്ങൾക്ക് അറിയാം. ഒരുപക്ഷെ സാമുദായിക വഴക്കുകൾ ഉണ്ടായി. പിന്നീട് സഹോദര തുല്യരായി ജീവിച്ചു വരുന്ന മനുഷ്യരാണ് അവിടെ ഉള്ളത്. അപ്പൊ ആ ഗോതമ്പ് റോഡ് അങ്ങനെ ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന കുറേയധികം മനുഷ്യർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഈ അടുത്ത കാലത്ത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ചില ചലനങ്ങൾ ഉണ്ടായപ്പോൾ ഞങ്ങളുടെ ആ പ്രദേശത്ത് വന്ന് ദേശീയ വികാരം ആളിക്കത്തിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം മനുഷ്യർ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ അടുത്തിരിക്കുന്ന മനുഷ്യരെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് അടുത്തിരിക്കുന്ന മനുഷ്യരോട് ഒരു സംശയമില്ല. സംശയമില്ല എന്ന് പറയുമ്പോൾ ഞാൻ കരയുന്നതല്ല, എൻ്റെ വണ്ടി വന്നപ്പോൾ ഒരു കരട് കണ്ണി പോയതാണ്. അപ്പൊ അതിന്റെ വല്ലാത്തൊരു പ്രശ്നം ഉണ്ടാകണം. ഈ ആൾക്കാർ ഇങ്ങനെ കരയുന്നത് കൊണ്ടാണോ കണ്ണും തുടയ്ക്കുന്നതെന്ന് പറയാം, അങ്ങനെയല്ല. അപ്പൊ അവര് വന്നിട്ട് ഈ ദേശീയ വികാരം ഉണർത്തുന്ന ഈ മനുഷ്യരെ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ അരികിൽ താമസിക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിക്കണം. 3-4 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നിങ്ങൾക്കുള്ള പ്രശ്നമൊക്കെ അറിയാലോ എന്ന് പറഞ്ഞു.
പക്ഷെ ഞങ്ങളുടെ അവിടെ താമസിക്കുന്ന മനുഷ്യർക്ക് അറിയാം ആരാണ് ഞങ്ങളുടെ സഹോദരൻ എന്നവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ ഈ വന്ന് പറഞ്ഞ മനുഷ്യർക്ക് അവിടെയൊന്നും അധികം വേരുകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ അതെന്റെ മനസ്സിനകത്ത് ഓർമ്മ വരുമ്പോൾ അവർക്ക് കൊടുക്കുന്ന ഒരു ഉത്തരമായിട്ടാണ് ഇങ്ങനെ വന്ന് ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്ന ആധുനികമായ ഒരു ഭരണ സംവിധാനത്തിന് ഉടമകളായിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആ ഭരണ വികാരത്തോടുമുള്ള ഒരു പ്രതികരണമായിട്ടാണ് ഈ ഗോതമ്പ് റോഡ് എന്ന് പറയുന്ന കവിത എഴുതിയിട്ടുള്ളത്. ഗോതമ്പ് റോഡ്. ഗോതമ്പ് റോഡാണ് എന്റെ രാജ്യം. തെക്ക് നാഞ്ചിനാടൻ പാടം, മേക്ക് തുലുക്കൻ മഴ. നിങ്ങൾ പറയുന്നവർ പാർക്കുന്നത് അവിടെയാണ്. അവരുടെ ബാങ്കു കേട്ടാണ് ഉണരുന്നത്. വറുത്തരി ഉപ്പയ്ക്ക് നേർച്ചയിട്ട. അവരോടൊപ്പം പണിക്കു പോണു. അവരുടെ കിണറ്റീന്ന് വെള്ളമെടുക്കണു. അരിയും പഞ്ചാരയും അവർ തരും. അശുദ്ധി അവർക്കില്ല. മരയ്ക്കാനെന്ന വിളിയും. മുഹിയുദ്ദീൻ പള്ളി നിഴൽ കടലിൽ വീണ് കിടപ്പുണ്ട്. അത് ഞങ്ങൾക്ക് രക്ഷയാണ്. ചന്ദനക്കുടം കണ്ടാൽ ഞങ്ങൾക്കന്ന് ശാന്തി. ഗോതമ്പ് റോഡാണ് എന്റെ രാജ്യം. ആയി രാജാക്കന്മാർ വാളുവെട്ടിയ വെയിൽ, ചേരമാൻ പെരുമാളിന്റെ തക്ബീർ ധ്വനി. അവിടേക്ക് വരുന്നോരെ ഞങ്ങൾക്കറിയാം. തൃശൂല നാവും കൊടിയും കാണാക്കുറിയും ചരടും. അവർക്കുണ്ട് കൂർത്ത പല്ല്, പഴുതാര പോൽ പുരിക വളവ്. അവരനക്കും ചുണ്ടുകൾക്ക് മണ്ണിന്റെ മണമില്ല, ഉപ്പിന്റെ ഉറയില്ല. ഗോതമ്പ് റോഡാണ് എന്റെ രാജ്യം. കുളച്ചിലിൽ പാറിയ വെന്നിക്കൊടി, ആറ്റിങ്ങലിൽ മുന്തിയ കയ്യൂക്ക്. അതുകൊണ്ട് പോരിടാൻ കരുതി നിൽക്കൂ, മെയ്യും മനസ്സും സമാസമം. ഗോതമ്പ് റോഡാണ് എന്റെ രാജ്യം. കുളച്ചലിൽ പാറിയ വെന്നിക്കൊടി, ആറ്റിങ്ങലിൽ മുന്തിയ കയ്യൂക്ക്. അതുകൊണ്ട് പോരിടാൻ കരുതി നിൽക്കൂ, മെയ്യും മനസ്സും സമാസമം. കവിത വായിച്ചപ്പോൾ ഇതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഒരുപക്ഷെ വർത്തമാന ഇന്ത്യ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ അപരവൽക്കരണം. അവരാരെയാണ് അപരവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് എന്ന് ചിന്തിക്കുന്നിടത്ത് നമുക്ക് ജനാധിപത്യത്തിന് ഒരു സാധ്യത കൂടി കണ്ടെത്താൻ പറ്റും. അവരപരവൽക്കരിക്കാൻ ശ്രമിക്കുന്നവരാണ് സത്യത്തിൽ ശരിക്കുള്ള ദേശീയവാദികൾ. അതാണ് എൻ്റെ വാസ്തവം. ആ ഒരു വാസ്തവം കൂടി ശരിക്കും ഈ കവിതയ്ക്കകത്ത് അഡ്രസ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. എന്നെ ഈ കവിയരങ്ങനെ ക്ഷണിച്ചതിനുള്ള സ്നേഹവും സന്തോഷവും ഒരിക്കൽ കൂടി സംഘാടകരോട് പങ്കുവച്ചിട്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.